എന്തിനാണ് ആക്ച്വലി മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നത് എന്ന് നോക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലാണ് പൊതുവെ ആ ഒരു സ്റ്റേജിലേക്ക് നീങ്ങേണ്ട അവസ്ഥ വരുന്നത്. പൊതുവെ OA കാണപ്പെടുന്നത് വലിയ ജോയിന്റ്സ് അല്ലെങ്കിൽ സന്ധികളിലാണ്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഒരു സന്ധിയിൽ വരുന്ന കുറെ കോമ്പണൻസ് ഉണ്ട്. ഇവയിൽ ഏതിലെങ്കിലും ഒക്കെ തേയ്മാനം മൂലം വന്നു ചേരാവുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും OAയിലേക്ക് ലീഡ് ചെയ്യുന്നത്. OA എന്ന് പറയുന്നത് ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. നശിഞ്ഞു പോവാണ് ആ ഭാഗം. പൊതുവെ OA വരുന്നത് ഭാരം കൂടുതൽ വരുന്ന ജോയിന്റുകളിൽ, മെയിൻലി വരുന്നത് മുട്ടുകളിലാണ് OA കാണപ്പെടുന്നത്. കാരണം ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ആകാം. റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഒരു ആക്ഷൻ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടും തേയ്മാനം വന്നു ചേരാം. ജനിതക ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരാളിൽ OA ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. OAയുടെ ലക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദനയായിരിക്കാം. ചിലപ്പോൾ അതിന്റെ ചുറ്റും റെഡ്നെസ്, ഇൻഫ്ലമേഷന്റെ സൈൻസ്, ഒരു ചുമപ്പ് കളർ കാണാം, സന്ധിക്ക് ചുറ്റും ഒരു നീര് കാണും, കളർ ചേഞ്ചസ് കാണും. ഇതൊക്കെയാണ് OAയുടെ ലക്ഷണങ്ങൾ. പലപ്പോഴും OA നമ്മൾ കൺഫേം ചെയ്യണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ആ ജോയിന്റിനുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. തുടക്കം മാത്രമാണെങ്കിൽ നമുക്ക് പലപ്പോഴും മരുന്നുകളും സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളും ഫുഡ് സപ്ലിമെന്റ്സും അതിൻ്റെ കൂടെ സപ്ലിമെന്റ് ചെയ്യാവുന്ന മരുന്നുകളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോവാതെ നമ്മളുടെ മൂവ്മെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഡയറക്ട്ലി മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് നമുക്ക് തുടങ്ങിയിട്ട് ഒരു നിവർത്തിയും ഇല്ലെങ്കിൽ നമുക്ക് മുട്ട് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ നീ റീപ്ലേസ്മെന്റ് സർജറിയിലേക്ക് വരെ പോകാം.